അവിടെ ഇരുന്ന് വില്ലേജ് ഓഫീസർ അടിച്ച് ഡയലോഗ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ പോലും ഇല്ലാതെ ഇതിന്റെ ജാതി എന്നാണ് ചോദിച്ചേക്കുന്നത്. കൂടി ഇല്ലാത്ത ജാതികൾ ഇത് ഏതാ ജാതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അവസ്ഥ എന്തായാലും ചുരുണ്ട മുടിയുള്ള കറുത്ത സ്കിൻ ടോണോട് കൂടിയവര് ലുക്കിലൊരു പേര് തന്നെ വിളിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ പറഞ്ഞല്ലോ കോളനിയിൽ നിന്ന് വിളിക്കുന്നത് ഇവ എല്ലാവരും യൂസ് ചെയ്യുന്നത്. ബ്രോ അത് പറയാതിരിക്കേണ്ട കാര്യം എന്തിനുള്ളത്. ഞാൻ ആദ്യമായിട്ട് എൻ്റെ റേസിസം അനുഭവിക്കുന്നത് വെളിയിൽ നിന്നല്ല, എൻ്റെ വീട്ടിൽ നിന്നാണ്. അവനെ വിളിക്കുന്നത് ഉണ്ണിക്കുട്ടൻ മുറ്റ എന്നുള്ള സാധനത്തിലായിരിക്കും. എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്ന കരിമടിക്കുട്ടാന്നായിരിക്കുമോ. എനിക്കുള്ള ഹെയ്റ്റും എൻ്റെ ഉള്ളിലുള്ള ഹെയ്റ്റും പരിപാടിയെല്ലാം ടുവേഴ്സ് ടു മൈ ഫാമിലി ബ്രോ. എനിക്കല്ലാണ്ട് വേറെ ഇതിൻ്റെ അടുത്ത് എനിക്ക് വേറെ ആൾക്കാരുടെ അടുത്ത് എനിക്കില്ല. എന്തുകൊണ്ടാണ് അതിൻ്റെ അകത്ത് അപ്പുറത്തൊരു ലൈക്ക് ഡാർക്ക് സ്കിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്രൗൺ സ്കിൻ ആയിട്ടുള്ള ഒരു ലേഡീനെ നമ്മൾ കാണാത്ത ഇത്രയും കാലമായിട്ട്? കറുത്ത നായികമാരില്ലല്ലോ. ഏറ്റവും നമ്മുടെ ആദ്യത്തെ നായിക ഏതായിരുന്നു? എന്താ പുള്ളിക്കാരത്തി സംഭവിച്ചത്? ഒരാളെ കാണിച്ചാൽ മതി. പേര് ബ്ലാക്ക് സ്കിൻ ആയിട്ടുള്ള പുള്ളിക്കാരത്തിനെ കൊണ്ടുവന്നിട്ട് മറ്റേ ഹയർ ജാതിയിലുള്ള പുള്ളിക്കാരത്തിന് ഇത് ചെയ്യാൻ നമുക്ക് പറ്റില്ല. കാരണം അവിടെ കൾച്ചർ ഡിഫറൻസ് അവിടെ കൃത്യമായിട്ട് അവിടെ ഉണ്ട്. അത് ഇവിടെ നടന്ന റിയൽ ലൈഫ് സ്റ്റോറീസ്. അതിനെ എല്ലാത്തിനും എടുത്തിട്ട് കൃഷ്ണൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഇങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. അതേ ഡയറക്ടർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈക്ക് അഭിനയം വളരെ ശോകമായിരുന്നു, അഭിനയം വളരെ മോശമായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്ന വ്യക്തിയാണ്. ലൈക്ക് ഇത് വൈറലായിക്കാണ് ഇപ്പം പറഞ്ഞിട്ട് ഇത് ഇത്രയും പ്രതീക്ഷയില്ല, ഇത്രയും സാധനമായിരുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞു. നമ്മൾ ആക്ടിവിറ്റീസാണ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ അത് ചെയ്യാനുള്ള പണികളെന്ന് ഞാൻ നോക്കാറുള്ളൂ. ഏണസ്റ്റ് എന്ന് പറഞ്ഞാൽ ചേട്ടനായിരുന്നു എൻ്റെ കൊറിയോഗ്രാഫർ. ഈ ആദ്യം ചെയ്ത് കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു സ്റ്റെപ്പ് മാത്രമേ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ടേക്ക് മുതൽ പിന്നെ നമ്മൾ കണ്ടേക്കുന്നതെല്ലാം ഞാൻ ചെയ്തേക്കുന്ന പരിപാടിയാണ്. അതിൻ്റെ അകത്ത് ആകെ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന സാധനം അതാ ഒരു നടത്തുക. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നീ കുറച്ചും കൂടി റൊമാൻറ്റിക് ആവണം കേട്ടോ. എനിക്ക് പ്രളയമൊന്നും ഉണ്ടായിട്ടില്ലേ എന്ന് ചോദിച്ചു. ഉണ്ട്, വളരെ മൂഞ്ചലായിരുന്നു. ഒരു കുട്ടിത്തമുണ്ട്. അതുകൊണ്ടിട്ടാണ് ഇപ്പൊ ആൾക്കാരെ പറ്റി ജീവിക്കുന്നത്. ആൾക്കാർക്ക് എനിക്ക് കുറെ ആൾക്കാർ വിചാരിച്ചോണ്ടിരുന്നത് എനിക്ക് എന്തോ 22-23 വയസ്സെങ്ങാണ്ടൊക്കെ ഉള്ളതാണ്. എന്താണ് ഈ കയ്യിൽ ക്യൂട്ടക്സ് ഇട്ടേക്കുന്നത്? സോ ഞാൻ ബേസിക്കലി ആകുമ്പോൾ മെറ്റൽ ഹെഡ്. ഭയങ്കര രാഷ്ട്രീയമാണ് പറയണമെങ്കിൽ ആ പാട്ട് കേട്ട് തുള്ളണ ആൾക്കാരെന്നുള്ളതുള്ളൂ. അപ്പോൾ എൻ്റെ ലിറിക്സുകൾ മൊത്തത്തിൽ കുറച്ചധികം അങ്ങനെയാണ്. കമ്മട്ടിപ്പാടത്തിനകത്ത് വിനായകൻ ചേട്ടൻ്റെ ചെറുപ്പം അവതരിപ്പിക്കുമ്പോൾ ഒരു ബ്രേക്ക് ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പം പണ്ട് മാന്ത്രികത്തിനകത്താണ് ബ്രേക്ക് ഡാൻസ് പുറകിന്ന് കളിച്ചത്. ഞാൻ ഇപ്പോഴാണ് കേട്ടോ ഓർക്കുന്നത്. അന്നൊക്കെ സിനിമ കാണുമ്പോൾ എന്താ, ഞാൻ സ്കൂളിലിട്ട് കണ്ടതാ. അന്നൊന്നും ഒരുത്തൻ ഇങ്ങനെ വരുന്നു, ഇങ്ങനെ അത് ചിരിപ്പിക്കുന്ന ഒരു വേഷമായിട്ടാണ് അന്ന് നമ്മൾ ചിരിച്ചതാണ്. എന്തുവാണ് എപ്പോഴും ഇങ്ങനെ ആ എന്നൊക്കെ ഒരു ഒച്ചയൊക്കെ ഇട്ട് വരുന്നത്. പക്ഷെ ഇന്ന് അദ്ദേഹത്തിന്റെ സ്കെയിലിൽ നിൽക്കുന്ന ഒരു ഇടമുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ ടോപ്പ് ലെവൽ ഒരു സ്കെയിലിൽ നിൽക്കുന്ന ഒരു ഇടമുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അന്ന് ഈ ബ്രേക്ക് ഡാൻസ് കളിക്കുന്ന ഒരു സീനില് ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്. കഴിവുള്ളവരുണ്ട് അവിടെ. എന്തുകൊണ്ടാണ് അവരെപ്പോഴും ഒരു കോമാളിയാവുന്നത്? ഞാൻ പറഞ്ഞ മനസ്സിലായത്. സിനിമയിൽ ഞാൻ കണ്ടപ്പോൾ എനിക്കൊരു കോമാളിയാണ്. എന്തുകൊണ്ടായിരിക്കും അവരൊരു കോമാളിയായിട്ട് ചിത്രീകരിക്കപ്പെടേണ്ടി വരുന്നത്? ഇപ്പം പ്രവീണിന് നോക്കുകയാണെങ്കിൽ ഒരിടയ്ക്ക് മുടിയുള്ളതുപോലെ എനിക്ക് തോന്നുന്നു, അല്ലെ? കെട്ടിവെച്ചിട്ടില്ലായിരുന്നു. അപ്പൊ മുടി നീട്ടി വളർത്തിയ ചുരുണ്ട മുടിയുള്ള കറുത്ത സ്കിൻ ടോണോട് കൂടിയവര്, കണ്ണു ചുമന്നവര്, ലുക്കിലൊരു പേര് തന്നെ വിളിക്കാറുണ്ട്. അതെനിക്ക് പേര് എനിക്ക് അങ്ങനെ പറയാൻ പോലെ നമ്മൾ പറഞ്ഞല്ലോ കോളനിയിൽ നിന്ന് വിളിക്കുന്നത് ഇവ എല്ലാവരും യൂസ് ചെയ്യുന്നത്. ബ്രോ അത് പറയാതിരിക്കേണ്ട കാര്യം എന്തിനുള്ളത്? അല്ല, അത് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടാ. ലൈക്ക് അത് തന്നെ ആ ബുദ്ധിമുട്ട് അടിക്കുന്ന കാര്യം ഉണ്ടല്ലോ, ഉള്ളിൽ പേനടിക്കുന്ന പരിപാടി സാധനം. എനിക്ക് അതും ഇടയ്ക്ക് മനസ്സിലാവാറില്ല. ഞാൻ അത്ര ഒരിടത്തുനിന്നാണ് വരുന്നത്. ലൈക്ക് അതന്നെ അത്ര ഇടത്തുനിന്ന് വരുന്നത് തന്നെ ഈ സാധനത്തിൽ വിളിക്കുന്നു എന്നുള്ള കാര്യം. എനിക്ക് മറ്റൊരാളോട് പറയാൻ പെയിൻ ആണെന്നാ പറഞ്ഞത്. മറ്റൊരാളെ വിളിക്കുന്ന കേൾക്കുമ്പോഴെന്നല്ല, വിളിക്കുന്ന കേൾക്കുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും പ്രതികരിക്കും. എന്ത് വർത്താനമാണ് പറഞ്ഞതെന്ന് ചോദിക്കും, അതിന് വ്യക്തമായി മറുപടി കൊടുക്കും. ആ ഒരു ടേമിനൊക്കെ നമ്മൾ ഉത്തരം കൊടുക്കണമെങ്കിൽ നമ്മൾ നേരെ പോയിട്ട് ചോദ്യം ചോദിക്കുന്നത് നമ്മുടെ ഗവൺമെന്റിന്റെ അടുത്തായിരിക്കുള്ളൂ. ലൈക്ക് ഇവിടുത്തെ അപ്പൊ ആ ചോദ്യം ചോദിക്കാൻ നേരത്ത് പ്രശ്നം അടിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അതിന് വോട്ട് ചെയ്യണമാരാണ് ആദ്യം അടിക്കേണ്ട കാര്യം. സോ അങ്ങനെ അടിക്കുമ്പോഴേക്കും പ്രശ്നം അവിടെയാണ്. സ്വന്തം കയ്യിൽ കിടപ്പുണ്ടേ. എത്ര കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും കാലം ഒപ്രസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ലൈക്ക് എൻ്റെ ഏറ്റവും കൂടുതൽ എനിക്ക് കിളി പറത്തിയിട്ടുള്ള ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ട്. നമ്മുടെ എന്താണ് KPMS അങ്ങനെ പറഞ്ഞിട്ടൊരു ഇതുണ്ടല്ലോ, സംഘടന ഉണ്ടല്ലോ. സോ ലൈക്ക് അതിൻ്റെ അത് നമ്മൾ എന്താ മറ്റേ ദീപ പരിപാടി സാധനത്തിന് വേണ്ടി നമ്മുടെ സ്കൂളിൽ ഞാൻ സ്പോർട്സിൽ നടന്നപ്പോൾ നമ്മൾ ഓടിക്കാൻ വേണ്ടി കൊണ്ടുപോയിക്കണേ. സോ അതിൻ്റെ മേജർ ആയിട്ടുള്ളൊരു പുള്ളിക്കാരൻ ലൈക്ക് പുള്ളി വന്നിരുന്ന് കഴിഞ്ഞിട്ട് അതിന് ആള് വന്നിട്ട് പറയാണ്, മൈക്കിലൂടെ വിളിച്ചു നിന്ന് പറയണ ഡയലോഗാണ് ലൈക്ക് നമ്മളിത് ഇങ്ങനെ ഒന്നും നിൽക്കാവുള്ളൂ. എന്തിനങ്ങനെ പറയണേ? ഈ ഡൂഡ് ഇപ്പുറത്ത് വന്നിരുന്ന് കഴിഞ്ഞിട്ട് വീഡിയോയുടെ ഇപ്പുറത്ത് വന്നിരുന്ന് പറയണത് ഞങ്ങളെ ഓപ്രസ് ചെയ്തേ, ഞങ്ങളെ മറ്റേ ചെയ്യുന്നത്, ഞങ്ങളെ ഇത് ചെയ്യുന്നില്ലേ, മറ്റേ ചെയ്യുന്നില്ല. എന്നിട്ട് ഇവന്റെ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ഇവൻ പറഞ്ഞ ഡയലോഗ് എന്താ? നമ്മൾ വേറൊന്നും ആഗ്രഹിക്കരുത്, നമ്മൾ വേറെ ഇതാക്കരുത്, നമ്മൾ ഇങ്ങനെ തന്നെ ഇരിക്കാവുള്ളൂ, ഇതാണ് നമ്മുടെ സാധനം.
അവിടെ നിങ്ങൾ ഒരു സാധനം ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ ബ്രേക്ക് ചെയ്യണ്ടല്ലേ, അതിൻ്റെ ബേസ് സഹിതം അടിച്ച് പൊടിച്ച് കളയണ്ടേ. അത് കളയാണ്ട് നമുക്ക് ബേസ് മാത്രം നിലനിർത്താം, ഒന്നാമത്തെ നില നമുക്ക് വേണമെങ്കിൽ മാറ്റിയെടുക്കാം, അതിനകത്ത് ഫർണിച്ചർ എടുത്ത് മാറ്റി കളയാം. ഇതല്ലല്ലോ പരിപാടി. നിങ്ങളൊരു പ്രശ്നം തീർക്കാനാണോ എന്നുള്ള സാധനത്തിലാണെങ്കിൽ ഇത് മൊത്തത്തിൽ തീർക്കണം. അത് ചെയ്യൂലല്ലോ. കാരണം അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന ടോട്ടൽ ഇവരുടെ ബാലൻസ് പരിപാടി പോകും. ഇവർ കാണിച്ചു വെച്ചേക്കുന്ന ഇപ്പം ഈ കാണിച്ചുകൊണ്ട് നമ്മൾ കാണുന്ന രാഷ്ട്രീയ പരിപാടി എല്ലാം പോകും, എല്ലാം ഇതാകും. അതുകൊണ്ടല്ലേ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ലൈക്ക് ആൾക്കാരുണ്ട് എല്ലാ തവണയും നമ്മൾ വോട്ടെടുപ്പിന് വരുന്നതിന് 2 മാസം മുമ്പ് ഗവൺമെൻറ്റിൻ്റെ ക്യാമ്പയിനിങ് കളിയാക്കുകയാണ് ആൾക്കാരെ. ലൈക്ക് വോട്ട് ചെയ്യാത്തവരെ കളിയാക്കുന്നത് ഞാൻ കണ്ടേക്കണേ ഏറ്റവും കൂടുതലായിട്ടുണ്ട്. വോട്ട് ചെയ്യില്ലെങ്കിൽ മറ്റേ ഏതെങ്കിലുമൊക്കെ മറ്റേ പരസ്യൻ്റെ അകത്ത് വോട്ട് ചെയ്യാൻ പോയിട്ടില്ലെങ്കിൽ അവനെ കളിയാക്കുന്ന രീതിയിലാണ് ഇത് വന്നത്. എന്താണ് കളിയാക്കണം എന്തിനാക്കുന്നത്? വോട്ട് ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം? ഒരു തിരുത്ത് നടത്തിക്കോട്ടെ. അല്ല ഞാൻ ചോദിക്കുന്നത് എനിക്ക് കോൺടാക്സ്റ്റ് അറിയാം. ഞാൻ പറയുന്നത് എൻ്റെ രീതിയിൽ ഞാൻ പറഞ്ഞാൽ ലെറ്റ് ഇറ്റ് ബേൺ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്ന ടൈപ്പ് ഓഫ് ഗൈ ആണ് ഞാൻ. ഓക്കെ, എനിക്കിപ്പോൾ ലൈക്ക് നല്ലതാക്കണോ അല്ലെങ്കിൽ ഇതാക്കണോ എന്നുള്ള കാര്യമില്ല. ഇനി ഈ ഒരു അവസ്ഥയിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ ഒരു അവസ്ഥയിൽ നമുക്കിത് നല്ലതാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്ത് ഏരിയ ആണെങ്കിലും ആകെയുള്ളൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇത് മൊത്തം അങ്ങോട്ട് നശിപ്പിക്കുക എന്നുള്ള പരിപാടികൾ. ലെറ്റ് ഇറ്റ് ബേൺ ലൈക്ക് ഹൂ കെയർസ്. ഇതേപോലെ എപ്പോഴും നമ്മൾ എന്താണ് ലൈക്ക് കുറേ ആൾക്കാർ ഒരു സൈഡിൽ ഭയങ്കരമായിട്ട് ഒപ്രസ് ചെയ്യപ്പെടുന്നു. ദെൻ അതിൻ്റെ അകത്ത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുക, 100-200-300 കൊല്ലമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുക. ഈ ഒരു ഡയലോഗ് വരുമ്പോഴേ 2 കാര്യം ഞാൻ പറയാം. വേടനെ ഓർമ്മ വരുന്നു. വേടൻ ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ തന്നെയാണ് പറയുന്നത്, വിപ്ലവങ്ങൾ വരണം, പൊരുതണം. അതായത് വാളെടുക്കണം, പൊരുതണം എന്നുള്ളതാണ്. അതായത് ഒപ്രസ് ചെയ്തതിൻ്റെ എത്രത്തോളം സഫർ ചെയ്യാൻ പറ്റാത്ത ഒരാളുടെ ഇതായിട്ടാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഞാനൊരു ഇന്ററപ്റ്റ് ചെയ്യുന്നതാണ്, ഗസ്റ്റിനെ ഒരിക്കലും ഇതാക്കുന്നതല്ല. വോട്ടവകാശം എന്നുള്ളത് അത് നമ്മുടെ ഒരു അവകാശമാണ്, ഒരു പൗരന്റെ അവകാശമാണ്. ഞാൻ വോട്ട് ചെയ്യണോ വേണ്ടെന്നുള്ളത് എൻ്റെ മാത്രം ഡിസിഷനാണ്. പക്ഷേ അത് വിനിയോഗിക്കുക എന്നുള്ളത് ഭരണഘടനയിൽ ഏറ്റവും സുന്ദരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന ആൾക്ക് ഇവന് കുത്തണമെന്നോ ആൾക്ക് കുത്തണമെന്നല്ല. വി ക്യാൻ ചൂസ് നോട്ട് ഓൾസോ. എക്സാക്ട്ലി. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ ഓപ്ഷൻ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. പക്ഷെ അത് അങ്ങനെയാണോ പരിപാടി നടക്കണേ? അതും കൂടെ ആഡ് ചെയ്യണം. നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റാം, നിങ്ങൾക്ക് നോട്ടൊക്കെ കുത്തണേ നോട്ടൊക്കെ കുത്താം. ഇതന്നെ ഇത് വോട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാർ നമ്മൾ കേൾക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ന്യൂസുകൾ പരിപാടി, വോട്ട് മറിക്കൽ പരിപാടി, സാധനങ്ങൾ ഇതെല്ലാം നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ലൈക്ക് വേറൊരു രീതിയിൽ ഞാൻ പറഞ്ഞുതരാം എന്ത് കോൺടെസ്റ്റിലാണ് ഞാൻ ഇതിനെക്കുറിച്ച് എതിരാണ്. ഞാൻ എൻ്റെക്ക് പത്തനംതിട്ടയിൽ കുരങ്ങുമല എന്ന് പറഞ്ഞൊരു ഏരിയയിൽ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. സോ അത് ഭയങ്കര കുറച്ച് ലൈക്ക് മറ്റേന്താ കുടിയേറ്റക്കാട്ടി ആ ഒരു അവസ്ഥയിലാണെങ്കിൽ തോന്നുന്നു അവിടുത്തെ കമ്മ്യൂണിറ്റി അവിടെ എത്തിയിട്ടുണ്ടാകാൻ പോലെ. കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. സോ അവിടുത്തെ 2 മെയിൻ പാർട്ടികൾ നമ്മുടെ ഇപ്പോൾ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും BJP പാർട്ടിയുടെ ആൾക്കാർ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പറയാം. ഇപ്പോൾ ഒരു സ്ട്രീറ്റ് ഇങ്ങനെ ഉണ്ടെങ്കിൽ ആ സ്ട്രീറ്റിൻ്റെ അവിടെ നിന്നിട്ട് അവർ പറയും ഇപ്പുറത്ത് ഈ ഒരു സൈഡിൽ ഒരു 5 വീടുണ്ടാവും, ഈ ഒരു വീട്ടിൽ 5 വീടുണ്ടാവും. ഇവരവിടെ നിന്ന് തീരുമാനിക്കും ഓക്കെ ഈ 5 വീടുകൾ ഞങ്ങളെടുത്തു, ഈ 5 വീട് നിങ്ങളെടുത്തോ എന്ന് പറയുന്ന സമയത്ത് അവിടുത്തെ കൊച്ചുങ്ങളെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അവർ വളർന്നു വരുന്ന ഇവർക്ക് ബോധമാകുന്നതിൻ്റെ ഇത്രയും കാലത്ത് വരുന്ന അവർ വളരുന്ന 2 ഐഡിയോളജിയിൽ. ഓക്കെ, എന്നിട്ട് അവർ ഫൈറ്റ് ചെയ്യണം. എങ്ങനെ ഇവർ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങണേ? എത്രാമത്തെ കാലം മുതൽ ഇവർ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങണേ? എന്തുകൊണ്ടാണ് ഈ പറയുന്ന ലൈക്ക് കോളേജിൻ്റെ സമയത്ത് എത്തുന്ന പിള്ളേർ മാത്രം ഈ പറയുന്ന മറ്റേ അടി കേസ് മറ്റേ കുത്ത് പരിപാടി സാധനങ്ങളിലേക്ക് എത്തുന്നത്? ലൈക്ക് അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ 4ാം ക്ലാസ്സിൽ പഠിക്കണമെന്ന് ചെയ്യണ്ടേ? 5ാം ക്ലാസ്സിൽ പഠിക്കണമെന്ന് ചെയ്യണ്ടേ? എന്തുകൊണ്ടാണ് അവർ ചെയ്യാതെ ഇവർ ഈ ഏജിലെത്തുന്ന ആൾക്കാർ മാത്രം ചെയ്യുന്നത്? എന്തുകൊണ്ടിട്ടാണ് ഓരോ തവണ ഇതേപോലത്തെ ചെക്കന്മാരുടെ എന്തെങ്കിലുമൊക്കെ കേസ് വരുമ്പോൾ അവിടെ അവൻ്റെ പുറകിലൊരു പാർട്ടിയുടെ കളർ ഉണ്ടാവുക? വളർത്തിക്കൊണ്ട് വന്നിട്ട് സോ അതിൻ്റെ എഗെയിൻസ്റ്റാണ് ഞാൻ. എനിക്ക് അങ്ങനെ ഞാൻ കാണുന്ന സമയത്ത് ഞാൻ എന്തിനു വോട്ട് ചെയ്യണം ബ്രോ? ടെൽ മീ വൈ. ഞാൻ എന്തിനു വോട്ട് ചെയ്യണം? നിങ്ങൾ പറയുന്നു അല്ല, നേരത്തെ നമ്മൾ പറഞ്ഞ കോൺടാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയ സാധനം എന്നുള്ളത്, ഏറ്റവും നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന സാധനത്തെ. പക്ഷേ ആ സാധനം വരെ ഓൾറെഡി അതായത് ജനിക്കുന്നതിന് മുന്നേ മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചേക്കുക. അല്ല, ഞാനത് പറഞ്ഞു വന്നതിൽ ഒന്നുകൂടെ ഒന്ന് ആഡ് ചെയ്യാം. അതായത് ഭരണഘടന എന്ന് പറയുന്നത് ജനാധിപത്യ രാജ്യത്ത് നമ്മൾ നിർമ്മിച്ചെടുത്ത നമ്മളുടെ ഭരണ സംഹിതയാണ്. അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ഭരിക്കണം, അതിന് നമുക്കൊരു സ്ട്രക്ചർഡ് ആണ്, അത് റിട്ടൺ ആണ്. ഏറ്റവും ബൃഹത്വം ഏറ്റവും വലുതുമായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് നമ്മുടെ ഇന്ത്യക്കുള്ളത്. അതിൽ കൃത്യമായി പറഞ്ഞേക്കുന്നത്
ഈ ഭരണഘടനയിൽ നമ്മളെ ഭരിക്കാൻ നമ്മളായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു സർക്കാരുണ്ട്. ആ പ്രക്രിയയിൽ നമ്മൾ അംഗമാകുക എന്നുള്ളതാണ്. ആ അംഗത്വത്തിൽ ഞാനും പങ്കെടുക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഓരോ 5 വർഷം കൂടുമ്പോൾ വോട്ടെടുപ്പ്. ആ വോട്ടെടുപ്പിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാം, ചെയ്യാതിരിക്കാം. ഇപ്പോഴാണ് അതിന് നോട്ടാന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത്. അപ്പൊ നോട്ടയ്ക്കും കുത്താം. അത് ഞാൻ ഈ ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത് എന്ന് നമ്മൾ തെളിയിക്കുന്നതിന്റെ ഒരു ഇതാണ്. വളരെ മറ്റേ ശോകം പരിപാടിയാന്ന് പറയാം. പക്ഷെ കാരണം നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് ഞാൻ പറഞ്ഞ പരിപാടി വളരെ ശോകമാണ്. നമ്മൾ വോട്ട് ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ വോട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അരാഷ്ട്രീയവാദിയാണ്. അതായത് നിങ്ങൾ ഈ ഭരണഘടനയ്ക്കെതിരാണ്, നിങ്ങൾ ഈ ഒരു ഭരണത്തിനെതിരാണെന്നുള്ളത് ഈ ഭരണഘടനയ്ക്ക്, നിങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിനെതിരാണ് എന്ന് തെളിയിക്കുന്നതാണ്. അതെ, പ്രവീൺ പോലൊരാൾ സംസാരിക്കുമ്പോൾ ഇതേ ഐഡിയോളജി കീപ്പ് ചെയ്യുന്ന ആളുകൾക്ക് ഇത് കേൾക്കുമ്പോൾ ശരിയെന്ന് തോന്നും. പക്ഷെ ഈ സ്ഥാനത്തിരുന്ന് അത് അങ്ങനെയല്ല എന്ന് എനിക്ക് പറയേണ്ട ഉത്തരവാദിത്വം. കംപ്ലീറ്റ് ചെയ്തിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞത് വന്ന രീതിയിലുള്ള സാധനത്തിൽ ഞാൻ പറഞ്ഞു വെച്ചേക്കണ ഈ ഒരു എൻഡിലെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, എന്റെ സൈഡിൽ നിന്നുള്ള കാര്യം. പക്ഷെ ഞാൻ നിൽക്കുന്ന സൊസൈറ്റിൻ്റെ അത് ഞാൻ ആ സാധനം ചെയ്തേ പറ്റുള്ളൂ. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ റിയാലിറ്റി അങ്ങനെയല്ല. നമ്മുടെ ഇത് പൊക്കോണ്ടിരിക്കുന്നത് ഐ ഹാവ് ടു വോട്ട്. ഇഫ് ഞാൻ വോട്ട് ചെയ്തില്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. കാരണം വെച്ച് കഴിഞ്ഞാൽ അറിയാലോ എന്താണ് കേന്ദ്രത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള എല്ലാം കാര്യം നമ്മൾ കാണുന്നുണ്ട്. സോ ഈവൻ ദോ എനിക്ക് ആ സാധനം ചെയ്യണ്ട എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും, അല്ലെങ്കിൽ 100% എൻ്റെ ഉള്ളിൽ ഞാൻ കിടന്ന് വാശി പിടിക്കണമെങ്കിലും ഞാൻ പോയി കുത്തിയേ പറ്റുള്ളൂ. സോ ലൈക്ക് ആ സിറ്റുവേഷനിൽ എത്തി നമ്മൾ. ലൈക്ക് നമ്മൾ പോയിട്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ നമ്മുടെ തന്നെ ജനാധിപത്യപരമായിട്ട് നമുക്ക് കിട്ടിയ അധികാരത്തിൻ്റെ പുറത്തല്ല നമ്മൾ പോയി കുത്തുന്നത്. നമുക്ക് കുത്തിയേ പറ്റൂ എന്നുള്ള ആ ഒരു അവസ്ഥ കൊണ്ടിട്ടാണ് നമ്മൾ പോയി കുത്തണത്. ഇപ്പൊ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ഞാനൊരു ജനറൽ നോളജ് വായിക്കുകയും ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം കൂടെ, നമ്മുടെ സിനിമയല്ല, ഔട്ട് ഓഫ് ടോപ്പിക് ആണ്. ഈ സംവരണം എന്ന് പറയുന്നത് 2 രീതിയിൽ നമുക്ക് വായിക്കാം കേട്ടോ. സിനിമയിൽ എത്തിപ്പെടുന്ന ഒരാളും സംവരണത്തിന്റെ ബേസിലല്ല എത്തിപ്പെടുന്നത്. ഇപ്പൊ ഈ പറയുന്ന ഈവൻ ഇഫ് മീഡിയ അല്ല. പക്ഷെ സിനിമയുടെ കാര്യത്തിൽ വെച്ചാൽ ഞാൻ പറയാം, അവിടെ ഉണ്ട് പരിപാടി. അവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉള്ള രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. പടം കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ആ ഓക്കെ ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി പോകാനുള്ളൂ. എൻ്റെ അടുത്ത് അങ്ങനെ ഞാൻ ഒരു തവണ കേട്ടിട്ടുള്ളൂ. പക്ഷെ അങ്ങനെയല്ല പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ഇത് ചോദിക്കും, നാളെ ഏതാണെന്ന് ചോദിക്കും. ഇറങ്ങുന്ന സമയത്ത് മുമ്പ് ഉറപ്പായിട്ട് നമ്മൾ നാളെ ഏതാണെന്ന് ചോദിച്ചിരിക്കും. ഉറപ്പാണ്. അപ്പൊ നാളെ മാറ്റി പറഞ്ഞിട്ടുണ്ടോ? നാളെ മാറ്റി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതിൻ്റെ ഉള്ള സിറ്റുവേഷൻ വന്നാൽ അന്നാ ബോധമില്ലല്ലോ. നമ്മളത് ചോദിക്കുന്ന സമയത്ത് എടാ നിന്റെ നാളേതാ, ഞാൻ ചാടിക്കറി പറഞ്ഞു. അത് കഴിഞ്ഞിട്ടല്ല അഭിനീത് തമ്മിൽ എന്തെങ്കിലും ബന്ധമെന്നുള്ള സാധനത്തിലേക്ക് ഉണ്ടായിരുന്നത്. പിന്നെയാണ് മനസ്സിലായത് അങ്ങനെ ആയിരുന്നില്ലല്ലേ എന്നുള്ള സാധനം മനസ്സിലായി. ബട്ട് ഇതെൻ്റെ എല്ലായിടത്തുള്ള സാധനം തന്നെയല്ലേ. ഞാൻ ഈ പറയുന്ന സംവരണം സാധനത്തിൽ നമുക്ക് മറ്റേ സ്റ്റൈഫനിൻ്റെ ഇതുണ്ടാവില്ലേ. സോ സ്കൂളിൽ നിന്ന് ഞാൻ പോയിട്ട് എനിക്ക് വില്ലേജ് ഓഫീസിൽ പോകേണ്ടി വന്നു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട്. അത് കൊടുത്താൽ മാത്രമേ ഞാൻ എന്തോ ചെയ്തേ പറ്റുള്ളൂ, സ്റ്റൈഫൻറ്റിൻ്റെ സാധനം മേടിച്ചേ പറ്റുള്ളൂ എന്നാണ്. അപ്പോൾ +1 +2 ടൈമിന് നമുക്ക് എന്തോ ഒരു ഇതുണ്ടല്ലോ ഇതിനുള്ള. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വില്ലേജ് ഓഫീസ് എടപ്പള്ളിയിലത്തെ അവിടെ ഇരിക്കണേ പോയി കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു ജാതി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് മറ്റേ അവരിങ്ങനെ നോക്കുമ്പോഴേക്കും അതിൻ്റെ അകത്ത് ലൈക്ക് എൻ്റെ ജാതിയുടെ പേര് അതിൻ്റെ അകത്തില്ല. എന്നിട്ട് അവിടെ ഇരുന്ന് വില്ലേജ് ഓഫീസർ അടിച്ച് ഡയലോഗ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, എടാ നിന്റെ കമ്പ്യൂട്ടറിൽ പോലും ഇല്ലല്ലോ നിന്റെ ജാതി എന്നാണ് ചോദിച്ചേക്കണേ. ഞാൻ വന്നിട്ട് ചെയ്ത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരെ വന്നിട്ട് എൻ്റെ ആ ടീച്ചറായിട്ട് എനിക്ക് അത്രയും ബന്ധമുണ്ട്. ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് മറ്റേ ആ ഷീറ്റ് പറഞ്ഞു എന്താ ചെയ്തു, എനിക്കൊരു തേങ്ങ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിപ്പോന്നതാണ്. അപ്പൊ അത് ഈ പറയുന്ന സംവരണം പരിപാടി സാധനത്തിന്റെ ഏറ്റവും ബേസ് ആയിട്ട് കിടക്കുന്ന സാധനം വേണ്ടത് ഇവരുടെ മറ്റേ നമ്മുടെ ലോബുകാരെ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ മാത്രമേ ഉള്ളൂ. ആ സർട്ടിഫിക്കറ്റ് ആണോ തീരുമാനിക്കുന്നത്. ആ സർട്ടിഫിക്കറ്റ് എടുക്കാൻ പോകുന്ന സ്ഥലത്ത് അവർ പറയുകയാണ് അതിൻ്റെ അത് കൂടി ഇല്ലാത്ത ജാതികൾ. ഇത് ഏതാ ജാതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അവസ്ഥ അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരുന്നത് എനിക്കറിയില്ല. ഞാൻ അറിയുന്നേ ഇല്ല, എനിക്ക് അറിയണ്ടേ വേണ്ട. ഞാൻ നിർത്തി ആ ഒരു ഏരിയൊക്കെ ഞാൻ നിർത്തിയതാ. ആക്ച്വലി നമ്മൾ ഇങ്ങനെയുള്ള മേഖലയിലേക്കൊക്കെ സംസാരിച്ചാൽ നമ്മൾ രണ്ടുപേരും കുറെ സംസാരിച്ചു. നമുക്കൊന്ന് റിട്ടേൺ അടിക്കാം. ഈ പറയുന്ന സ്റ്റൈഫൻഡ് കിട്ടുക മേടിച്ചേ പറ്റുള്ളൂ. നമുക്ക് 2 രീതിയിലുണ്ട്. നമ്മൾ നടക്കുന്നതിന്റെ, അതായത് ചെന്ന് നമ്മൾ അപമാനിതനായി നിന്ന ഒരു സീനുണ്ട് പ്രവീണ്. നമ്മളിങ്ങനെ കളിയാക്കി പറയുന്നത് നിന്റെ ഒന്നും ജാതി ഇതിനകത്ത് ഇല്ലല്ലോ എന്ന് പറയുന്ന അപമാനിക്കപ്പെട്ട് തിരിച്ചു വന്നിട്ടായിരിക്കാം പ്രവീൺ ഇത് പറഞ്ഞത്. എന്റെ പൊന്നു ടീച്ചറെ എനിക്കിത് വേണ്ടാന്ന്, എനിക്കിത് വേണ്ട. അല്ല, അതിന് മുന്നേ നമ്മൾ ഈ സാധനം മനസ്സിലായിട്ട് ടീച്ചറുടെ അടുത്ത് പറഞ്ഞു, ടീച്ചറെ വേണ്ട, എനിക്ക് ഈ വക സാധനം വേണ്ട,
വേണ്ട 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 നമ്മൾ പറയുന്നത് ഈ വക കാര്യങ്ങൾ ഇതിനു മുന്നേ നമ്മൾ കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ എൻ്റെ മുകളിൽ ഫോഴ്സ് ചെയ്യപ്പെടുക. ബിക്കോസ് ഞാൻ താഴെ ഇതിൻ്റെ അകത്തുള്ളതായത് കാരണം കൊണ്ട് നീ അത് ചെയ്തേ പറ്റൂ എന്നുള്ളത് അവിടെ ഒരു നിയമം പോലെ സ്കൂളുകളിൽ അടിച്ചേൽപ്പിച്ചേക്കും. അത് അടിച്ചേൽപ്പിച്ചല്ല, അതൊന്ന് തിരുത്തിക്കോട്ടെ. സംവരണം എന്ന് പറയുന്നത്, അതായത് ഈ പറഞ്ഞ നമ്മളുടെ ജാതി സർട്ടിഫിക്കറ്റ് കാണിക്കണം ആ കുട്ടികൾക്ക്. ഒരുപാട് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാതെ ഈ സ്റ്റൈഫൻഡ് മേടിച്ചിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഇന്നും സ്റ്റൈഫൻഡ് കിട്ടാണ്ട് പഠനം മുടങ്ങിയ ഒരുപാട് ആദിവാസി ദളിത് കുട്ടികളെ എനിക്കറിയാം. എനിക്കറിയാം, അവർ പ്ലക്കാർഡ് മേടിച്ചിട്ട് ഞാനടക്കം ഈ മറൈൻ ഡ്രൈവിൽ നിന്ന് ഇത് ചെയ്തിട്ടുണ്ട്, സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ. അതായത് അപ്പോഴാണ് നമ്മളിത് വേണ്ട എന്ന് പറയുന്നത്. അത് പ്രവീൺ അന്ന് നേരിട്ട അല്ലെങ്കിൽ മുന്നേ കാലങ്ങളിൽ അനുഭവിച്ച പെയിൻ ആയിരിക്കും. അതായത് ഒരാളുടെ മുന്നിൽ ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മള് ലൈക്ക് എന്റെ അമ്മ തന്നെയാണ് ഈ പരിപാടികളെല്ലാം ചെയ്തു തന്നിട്ടുള്ളത്. ആള് തന്നെയാണ് പോയിട്ട് പട്ടിപ്പണി എടുത്തിട്ടുള്ളത്. ഓക്കെ, ലൈക്ക് ഒരു ആ പാകസ്ഥിതിയിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഈ പറഞ്ഞ യാതൊരു ഗവൺമെന്റോ ഈ പറയുന്ന യാതൊരു സാധനങ്ങളോ നമുക്ക് ഉണ്ടായിരുന്നില്ല. ഒരു സിംഗിൾ മദറാണ് 2 പിള്ളേരെ വളർത്തിക്കൊണ്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്. അതിൽ ആദ്യം വന്ന് എറണാകുളത്തിൽ വന്ന് കയറി നിന്ന സമയത്ത് ആളുടെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ 1.5 കോടിയുടെ മുകളിലാണ് പുള്ളിക്കാരത്തേക്ക് ഉണ്ടായ കടം. അതെല്ലാം പുള്ളിക്കാരി തീർത്തിട്ട് അങ്ങനെയാണ് നിന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഇടയിൽ ഈ വക കാര്യങ്ങളും നമുക്കൊന്നും ഉണ്ടായിരുന്നില്ല. ലൈക്ക് ഈ വക രീതിയിൽ ചിന്തിക്കുക, ഈ വക രീതിയിൽ സാധനം കാണുക ഉണ്ടായിരുന്നില്ല. നമുക്ക് പോകുന്ന സമയത്ത് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം ഇത് തന്നെ. പിന്നെ ഒരു കാര്യം അറിയോ പ്രവീണെ, നമ്മളത് സംസാരിക്കുമ്പോൾ എനിക്ക് അറിയില്ല, പ്രവീണിനും തമാശക്കെല്ലാം പറയുന്നുണ്ട് എനിക്കൊന്നും ജാതി സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ കാണുന്നവർ നമ്മുടെ ജാതി വിലയിരുത്തും. സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം. ഞാൻ ആദ്യമായിട്ട് എൻ്റെ റേസിസം അനുഭവിക്കുന്നത് വെളിയിൽ നിന്നല്ല, എൻ്റെ വീട്ടിൽ നിന്നാണ്. എൻ്റെ ഈ പറയുന്ന റേസിസ്റ്റ് ടോക്കുകളും പരിപാടി സ്കിന്നിന്റെ പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയത് എൻ്റെ വീട്ടിൽ നിന്നാണ്. ലൈക്ക് എൻ്റെ ഫാമിലിയിൽ നിന്ന്, സ്വന്തം വീട്ടിൽ നിന്ന്. എന്താണ് അതെ, ലൈക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ഫാമിലി പരിപാടിയൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ പണ്ട് ഒരുമിച്ച് ഉണ്ടാകുന്ന സമയത്ത് ഇപ്പോൾ ലൈക്ക് മറ്റേ കുടുംബത്തിൻ്റെ മറ്റേ മീറ്റും പരിപാടിയൊക്കെ ഉണ്ടാവുമല്ലോ. സാധനത്തിൽ ലൈക്ക് നമ്മളിപ്പോൾ ഡാൻസ് കളിക്കുന്ന പരിപാടി ആണെങ്കിൽ ശരി, നമ്മളേറ്റവും പുറകെ ആയിരിക്കും. ബാക്കി എൻ്റെ തൊലി കൊടുത്ത മച്ചന്മാർ, എൻ്റെ കസിന്മാരുണ്ട്, ഇവരൊക്കെ ഉണ്ട്, അവരായിരിക്കുമല്ലോ ഏറ്റവും ഫ്രണ്ടില്. ഓക്കെ, അവനെ വിളിക്കുന്നത് ഉണ്ണിക്കുട്ട മുറ്റ എന്നുള്ള സാധനത്തിലായിരിക്കും. എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്ന കരിമടിക്കുട്ടെന്നായിരിക്കുള്ളൂ. അപ്പം അതിൻ്റെ ഉള്ളൊരു ഡിഫറൻസ് പരിപാടി സാധനമുണ്ട്. ഞാൻ അനുഭവിച്ചത് അവിടെ നിന്ന്. അപ്പം എനിക്ക് ഈ വെളിയിലത്തെ പരിപാടി ഞാൻ നോക്കൂല. എനിക്കുള്ള ഹെയ്റ്റും എൻ്റെ ഉള്ളിലുള്ള ഹെയ്റ്റും പരിപാടിയെല്ലാം ടുവേഴ്സ് ടു മൈ ഫാമിലി ബ്രോ. എനിക്കല്ലാണ്ട് വേറെ ഇതിൻ്റെ അടുത്ത് എനിക്ക് വേറെ ആൾക്കാരുടെ അടുത്ത് എനിക്ക് വരില്ല. സോ അന്ന ടൈം മുതലേ ഞാൻ ഈ വക കാര്യങ്ങൾ എടുക്കാറുണ്ടായിരുന്നില്ല. ലൈക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല എനിക്ക്, ലിറ്ററലി താല്പര്യമില്ല. ലൈക്ക് ഈ വക ടോക്ക് കേൾക്കുമ്പോൾ എനിക്ക് താല്പര്യമില്ല. എനിക്കറിയില്ല, അതെൻ്റെ എനിക്കറിയാം വളരെ ശോകമാണ് ആ പരിപാടി എന്നൊക്കെയുള്ള കാര്യം അറിയാം. പക്ഷേ എനിക്കത് എഫക്ട് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലൈക്ക് ആദ്യത്തെ തവണ ഞാൻ ഭിക്ഷക്കാരനെ ഒരു കൊച്ചിനെ കാണുന്ന സമയത്ത് എനിക്ക് ഉള്ളിൽ അന്ന് കഴിക്കാൻ പറ്റില്ല, ഉറങ്ങാൻ പറ്റില്ല, മറ്റേ സാധനം. ദെൻ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്ക് അവരുടെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കാൻ അവരെ പൂജിച്ചുണ്ട്. അതെങ്ങനെയാ ചേഞ്ച് വന്നേക്കണെന്ന് എനിക്കറിയില്ല. സെയിം പരിപാടി തന്നെ ഈ ഏരിയയിലും. ഇപ്പൊ തന്നെ പറയുന്നുണ്ട്, സിനിമയിൽ ഉൾപ്പെടെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കാറുണ്ട്. എന്താ പറയാ, ഒരു സ്ക്രിപ്റ്റിലാണെങ്കിൽ പോലും എന്താ പറയാ, എഴുതുമ്പോൾ അതിന് അഭിനയിക്കേണ്ട ആളുകളെ മനസ്സിൽ കണ്ടിട്ടായിരിക്കും എഴുതുന്നത്. അങ്ങനെയുള്ളപ്പോൾ പ്രവീണിന് കിട്ടിയ 4-5 സ്ക്രിപ്റ്റ്. ഈ 4-5 സ്ക്രിപ്റ്റിലും എനിക്ക് തോന്നുന്നു എല്ലാം തന്നെ വില്ലൻ വേഷങ്ങളാണ്. അല്ലെങ്കിൽ ഇപ്പം ഗംഗയല്ലെങ്കിൽ, ഗംഗയാണ് ശരിക്കും അല്ലേ, ഗംഗയാണ് നായകനെങ്കിൽ കൂടിയും ഗംഗേനെ അത് പ്ലേസ് ചെയ്ത് വെച്ചത് വില്ലനായിട്ട് തന്നെയാണ്. ദുൽഖറിനെതിരെ നിൽക്കുന്ന വില്ലൻ, പക്ഷെ നായകൻ അടിച്ചുകൊണ്ട് പോയൊരു സിനിമയാണ്. സോ അത് വില്ലൻ എന്നുള്ള സാധനത്തില്ല. വില്ലൻ അപ്പുറത്ത് മറ്റേ നമ്മുടെ ആശാൻ തന്നെയായിരുന്നല്ലോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ കമ്മട്ടിപ്പാടത്തിൻ്റെ സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ നടന്ന പലയധികം സ്റ്റോറീസാണ്, റിയൽ ലൈഫ് സ്റ്റോറീസ്. സോ അതിനെ എല്ലാത്തിനും എടുത്തിട്ട് കൃഷ്ണൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഇങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കുക. അത് മറ്റേ നമ്മുടെ ഈ ഒരു എന്താ പറയുക, ഈ മറ്റേ റൈറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്കില്ല് വെച്ച് വെച്ചിട്ടാണ് പുള്ളിനെ പോലത്തെ ഒരാളവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്നിരുന്നു കഴിഞ്ഞാൽ കമ്മട്ടിപ്പാടം എന്ന് പറയുന്നത് വേറൊരു രീതിയിൽ നോക്കുമ്പോഴേ എറണാകുളത്തിന്റെ കഥയും ഉണ്ടായിരുന്നല്ലോ. അത് കൃഷ്ണന്റെയും ഗംഗേന്റെയും ബന്ധത്തിനെ കുറിച്ച് പറയുന്ന കഥയാണ് എന്നെ സംഭവിച്ചോളം. അല്ല, അടുത്തിടെ ഞാൻ വിനായകൻ ചേട്ടനെ ഒരു ഇന്റർവ്യൂവിന് ചോദിച്ചപ്പോ എന്നോട് ചോദിച്ചൊരു ജയലവുണ്ട്, എപ്പോഴാണ് എൻ്റെ വീട്ടിൽ കറണ്ട് വന്നതെന്ന് ചോദിച്ചു. എന്നോട് ചോദിച്ചു വിനായകൻ ചേട്ടൻ. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന വർഷമാ കറണ്ട് വന്നത്. എൻ്റേത് 96 സംതിങ്, എൻ്റെ ഓർമ്മ ശരിയല്ല. എൻ്റെ വീട്ടിൽ 96, അതും ഞാൻ എറണാകുളം സിറ്റിക്കകത്ത് താമസിക്കുമ്പോൾ. ആലോചിക്കണം എന്നും പറഞ്ഞ് എന്നെ ഇങ്ങനെ
ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഈ പറയുന്ന അവർ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് പറ്റും. എനിക്ക് കാരണം ഓരോ വേർഡിങ്ങും നമുക്കത് കൃത്യമായി ലൈൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ പ്രവീൺ പറയുമ്പോൾ പോലും സമാന മനസ്സ് അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാവുന്നതുകൊണ്ടാണ് പലതും എനിക്ക് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പലതും ചിരിച്ചതും. അത് നമ്മൾ തിരുത്തേണ്ടടുത്ത് നിങ്ങൾ തിരുത്തുന്നല്ല, എന്റെ കൂടെ ആശയം ചെന്നാൽ ചിലപ്പോൾ അത് മനസ്സിലാകും എന്നുള്ളതുകൊണ്ട് നമ്മൾ സംസാരിച്ചത്. അല്ലെങ്കിൽ ഞാൻ സംസാരിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ മെച്ചൂർഡ് ആണെന്ന് പറഞ്ഞ സമയത്താണെങ്കിലും എനിക്ക് ലൈക്ക് അറിയാത്ത കുറേ ഏരിയ ഉണ്ട്. ഒരു തേങ്ങ അറിയാതിരുന്നത് എന്താ വെച്ചാൽ ഈ മറ്റേ പക്ഷെ സംവാദം അല്ലെങ്കിൽ നമ്മളൊരു സംഭാഷണം തുടങ്ങുന്ന സമയത്ത് അവിടെ ഇപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് ആ വിഷയത്തിനെ കുറിച്ച് അറിയാം, എനിക്കറിയില്ല എന്നും പറഞ്ഞിട്ട് ഞാൻ അയാൾ എൻ്റെ അടുത്ത് ഒരു പെട്ടെന്ന് ചിലപ്പോൾ എന്നെ എന്താ പറയുക ഇപ്പം കൗണ്ടർ അടിച്ചിട്ടുണ്ടാവാം. സോ അതെന്ന് വെച്ച് ഞാൻ മിണ്ടാണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ചൊന്നും അറിയാൻ വേണ്ടി പോണില്ല. എനിക്ക് ആ സംഭാഷണം ഞാൻ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നാലേ കാര്യമുള്ളൂ. എന്നാലേ ആ വിഷയത്തിലേക്ക് എനിക്കൊരു അറിവ് കിട്ടാൻ പോകുള്ളൂ, അല്ലെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു സാധനം കിട്ടുന്നുണ്ടാവുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ അങ്ങനെയല്ലല്ലോ, നമ്മളിത് കേട്ടു ഓക്കെ ഒരു കൗണ്ടർ കേട്ടു അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും തിരിച്ച് പറഞ്ഞു ആ സംസാരം അതവിടെ നിന്നു. സത്യം പറഞ്ഞാൽ പ്രവീണിന്റെ ഒരു ആൽബം സോങ് ഉണ്ട് തമ്പുരാൻ. അത് ആക്ച്വലി എനിക്ക് പ്രവീണാണെന്നൊന്നും അറിയില്ല. എനിക്ക് കമ്മട്ടിപ്പാടം നമ്മൾ പറഞ്ഞില്ലേ, ഞാനൊക്കെയും സിനിമ കാണുന്ന ആളാണ്, പക്ഷെ അതിലെ ക്യാരക്ടേഴ്സിനെ ഒന്നും എനിക്ക് ഓർമ്മയുണ്ടാവില്ല. അതായത് വിനായകൻ ദുൽഖർ അല്ലെങ്കിൽ മമ്മൂട്ടി മോഹൻലാൽ, അത് പേരൊന്നും ഓർക്കത്തൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ട്. ഇപ്പോഴൊക്കെയാണ് ഈ റീൽസ് ഒക്കെ വരുമ്പോഴാണ് നമുക്ക് കൂടുതലും അങ്ങനെ വെച്ചപ്പോ ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ഫസ്റ്റ് ചിന്ത, ഞാൻ ഫസ്റ്റ് വീഡിയോ കണ്ടപ്പോ എടാ ആരാടാ ഇവനെ നായകനാക്കിയ, അതായത് ആരാടാ ആ ധൈര്യം കാണിച്ചതെന്നാണ് ഞാൻ പറഞ്ഞേക്കാം. തമ്പുരാൻ എന്നൊരു കോൺസെപ്റ്റിൽ ഒരു കർത്തവനെ കൊണ്ട് പ്ലേസ് ചെയ്യുക, അതെനിക്ക് ഭയങ്കര അടിയായിരുന്നു. ഈ കഴിഞ്ഞ ഇടയാണ് എനിക്ക് മനസ്സിലായത് അത് പ്രവീണാണെന്ന്. മനസ്സിലാവുന്നുണ്ട്. അതായത് 7 വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയ ഒരു സോങ്, ഹിറ്റായ ഒരു സോങ്, അതിൽ തമ്പുരാനായിട്ട് ഒരു കർത്തവനെ കൊണ്ട് പ്ലേസ് ചെയ്യുക, അതൊരു വലിയ തുടക്കമാണ്. നമ്മളീ പറയുന്ന സോക്കോൾഡ് സിനിമകളുടെ അല്ലെങ്കിൽ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ പുരോഗമനം പറയുന്ന സിനിമകളുടെ മുന്നേ വന്നൊരു സാധനം പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതാണ് ഞാൻ ചോദിച്ചത് എങ്ങനെയായിരുന്നു അത്. സോ അത് എൻ്റെ ഡയറക്ടറെ പേര് പ്രശാന്ത് എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനെ റൈറ്റ് ചെയ്തേക്കണം. അപ്പോൾ അത് ഇന്ദ്രൻ ചേട്ടൻ്റെ മൂവിയായിരുന്നു. പുള്ളീൻ്റെ ചെറിയ പ്രായമായിരുന്നു ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ പ്രോമോ സോങ്ങാണ് നമ്മൾ കണ്ടത്. പക്ഷെ ആ മൂവി ഡ്രോപ്പ് ഔട്ടായിരുന്നു. ലൈക്ക് ആ പുള്ളിക്കാരൻ ഈ ഒരു രീതിയിലത്തെ ചിന്തയിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഷൂട്ടിൻ്റെ സമയത്ത് അങ്ങനെ ആയിരുന്നില്ല പുള്ളിക്കാരൻ. അവിടെ കുറച്ചധികം വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ അവിടെ കൃത്യമായിട്ടുണ്ടായിരുന്നു. അവിടെ ഈ ഇതേ ഡയറക്ടർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈക്ക് അഭിനയം വളരെ ശോകമായിരുന്നു, അതിൻ്റെ ഇടയിൽ എന്നെ കൊണ്ട് ഡബ്ബിങ്ങിന് വേണ്ടി പോകുന്നു, ഡബ്ബിങ് വളരെ മോശമായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്ന വ്യക്തിയാണ്. ലൈക്ക് ഇത് വൈറലായി കഴിഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മറ്റേ ഇത് വന്നപ്പോൾ പറഞ്ഞത് എടാ ഇത് ഇത്രയും പ്രതീക്ഷയില്ല, ഇത്രയും സാധനമായിരുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞു. സോ അത് എന്താ പറയുക ചക്കങ്ങൾ മൂലയാത്തൊരു പരിപാടിയാണ് അത്, അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല അത്. പക്ഷെ ഞാനത് രജിസ്റ്റർ ചെയ്തത് എന്നെ പോലെയുള്ള ഒരാൾക്ക്, ഞാൻ പറയുന്നത് ഞാൻ പ്രണയിക്കുമ്പോൾ ഒരു കറുത്തൊരു ചെക്കനായിരിക്കും ഞാൻ വായി നോക്കുന്നത്. ഞാൻ പ്രണയിക്കുന്നത് ഞാൻ കറുപ്പാണ് എന്ന് വെച്ചാൽ ഞാൻ രാഷ്ട്രീയം അതൊന്നും പറഞ്ഞല്ല കേട്ടോ. അപ്പൊ എന്റെ പ്രണയം സ്ക്രീനിൽ കാണണ്ടേ എനിക്ക്? ഇപ്പൊ നമ്മളിവിടെ കറുത്ത ചെക്കനെ പ്ലേസ് ചെയ്തുള്ള കാര്യം നിലക്കുന്നത് നായകനുണ്ട്. ലൈക്ക് ഇങ്ങള് വരെ ഇത്ര നേരം പറഞ്ഞത് എന്തുകൊണ്ട് നിങ്ങൾ ബ്ലാക്ക് ആയിട്ടുള്ളൊരു സ്ത്രീയെ കുറിച്ച് പറയാഞ്ഞ, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എന്താ പറയാഞ്ഞ? ഞാൻ അതിലേക്കും കൂടെ ലൈക്ക് നോബഡി ടോക്സ് അബൌട്ട് ലൈക്ക് ബ്രോ. ലൈക്ക് എല്ലാവരും മറ്റേ തമ്പുരാൻ്റെ അകത്ത് എന്നെ പിടിച്ച് ഇതാക്കി ഞാനിത് കേട്ടിട്ടുള്ളതാണ്. പക്ഷെ നോബഡി ടോക്സ് അബൌട്ട് എന്തുകൊണ്ടാണ് അതിൻ്റെ അകത്ത് അപ്പുറത്തൊരു ലൈക്ക് ഡാർക്ക് സ്കിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്രൗൺ സ്കിൻ ആയിട്ടുള്ള ഒരു ലേഡീനെ നമ്മൾ കാണാത്ത ഇത്രയും കാലമായിട്ട്. ലൈക്ക് സുരഭ ചേച്ചിയുടെ പേര് പറയല് എല്ലാ ആൾക്കാരും അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞൊരു ലിറ്ററലി ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ബ്രോ. അപ്പോൾ സുരഭ ചേച്ചി അവരെങ്ങനെയൊക്കെ ബ്രോ നിങ്ങൾക്ക് സ്റ്റോറിനെ കുറിച്ച് അറിയില്ലേ സാധനം നമുക്ക് ചോദിക്കേണ്ടി വരും. സത്യം അല്ല, അതില് കറുത്ത നായികമാരില്ലല്ലോ. ഇല്ല. ആരാണുള്ളത്? അടുത്ത് മറ്റേ നമ്മുടെ ഗംഗയുടെ അതില്ലേ, ഗംഗയുടെ നായിക പോലും ഒരു കറുത്തായിട്ട് കാണിക്കുന്ന ആ പെൺകുട്ടി ചെറുപ്പത്തിൽ അഭിനയിക്കുന്ന നല്ല രസമുണ്ട് കാണാൻ, നല്ല രസമുണ്ട് കാണാൻ, ആ രസമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ഇപ്പൊ അങ്ങനെയാണ്. എന്റെ പ്രണയത്തിന് എന്താ വിലയില്ലേ? ഞാൻ നല്ല അതിമനോഹരമായിട്ട് പ്രണയിക്കുന്ന സ്ത്രീയാ, അല്ലെങ്കിൽ ഞാൻ അതിമനോഹരമായിട്ട് ഒരാളെ പ്രണയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പ്രണയം എന്നുള്ള അതാണല്ലോ ഏറ്റവും നല്ല. അല്ലാണ്ട് എനിക്ക് കൊലപാതകം ചെയ്യുന്ന എന്നെ കാണിക്കാവോന്ന് ചോദിച്ചു. പക്ഷെ തന്റെ ഇടം കാണിക്കുമ്പോ ഈ പറഞ്ഞ പോലെ സ്കിൻ ടോണിന് ഒരു വ്യത്യാസമുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നോക്കിയാല് ARM സുരഭി ചേച്ചി ചെയ്തത് എന്താ? തന്റെ ഇടം കാണിക്കാൻ വേണ്ടി സുരഭി ചേച്ചിക്ക് അപ്പൊ അയ്യപ്പനും കോശിനകത്തും എങ്ങനെയാണല്ലോ
നമ്മളിങ്ങനെ എടുക്കുക കുറച്ച് ദിവസം പൊക്കോണ്ടിരിക്കും. അതെ, ഞാനത് പറയാതെ വിട്ട സാധനം, അത് ഞാൻ ഞാനത് പറയാതെ വിട്ടതായിരുന്നു, ഞാനത് സാധനം, പക്ഷെ അത് എടുത്തിട്ടു. ലൈക്ക് അതെപ്പോഴും അങ്ങനെ തന്നെയല്ലോ വന്നിട്ടുള്ളൂ. നമ്മൾ പണ്ട് മുതലേ കണ്ടുവരുന്നത് അങ്ങനെ തന്നെയാണല്ലോ. ഫ്രം ദ സ്റ്റാർട്ട് ബ്രോ. ലൈക്ക് ഏറ്റവും നമ്മുടെ ആദ്യത്തെ നായിക ഏതായിരുന്നു? റോസി. എന്താ പുള്ളിക്കാരത്തി സംഭവിച്ചത്? ദാറ്റ്സ് ഇറ്റ്. അവിടത്തോടെ ഈ ടോപ്പിക് തന്നെ തീർന്നു. ദെൻ നമുക്ക് വേറെ എന്താ പറയാ? നമ്മളെത്രയാ 70, നമ്മളിപ്പോ എത്രയാ 60, 70, 50 അടുത്ത് കണ്ടും കൊല്ലമില്ല നമ്മുടെ ഇൻഡസ്ട്രീനെ നമ്മൾ ഇത് പറയാൻ തുടങ്ങിയിട്ട്. ഒരാളുടെയും കൂടി പേര് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ മതി. ഒരാളെ കാണിച്ചാൽ മതി പേര്. അല്ല, ഞാൻ ആണെന്നല്ലേ പറഞ്ഞത്, ഞാൻ സ്ത്രീകളുടെ ഇപ്പോഴും പറഞ്ഞ സ്ത്രീകളുടെ ഒരാളെ കാണിച്ചത് മതി പേര്. തരില്ലല്ലോ, ഇല്ല, ഉണ്ടാവില്ല. ആരുണ്ടാവാണ്ട് ഇപ്പം നോക്കുകയാണെങ്കിൽ എനിക്ക് ആകെ സോഷ്യൽ മീഡിയ കൊണ്ടിട്ട് ലൈക്ക് ഗുണമുണ്ടായിട്ടുള്ള, എനിക്ക് ആകെ തോന്നിയിട്ടുള്ള ലൈക്ക് ഈ ഒരു ഏരിയയിൽ വെച്ചിട്ട് ലൈക്ക് നമുക്ക് കുറച്ചധികം മോഡൽസ് പരിപാടി സാധനങ്ങൾ അവർ വന്നിട്ട് ലൈക്ക് അവരെടുത്ത പണികളും പരിപാടികളും അവർക്ക് ഇതിന്റെ നമുക്ക് കാണുന്നുണ്ട്. പക്ഷെ അവരെ വെച്ചിട്ടും ചെയ്യുന്നത് സ്കിൻ ഗ്ലോ പ്രോഗ്രാംസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരെ വെച്ചിട്ടും സ്കിൻ ഗ്ലോ ചെയ്തിട്ട് എങ്ങനെയാണ് ഡാർക്ക് സ്കിന്നിന്റെ മേക്കപ്പ്, അതാണ് എനിക്ക് അവരുടെ അവസ്ഥ. പാവങ്ങൾ കഷ്ടപ്പെട്ട് ഇല്ലാത്ത സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് അവരൊരു അവരുടേതായിട്ടുള്ളൊരു സാധനം ബിൽഡ് ചെയ്ത് വന്നപ്പോഴേക്കും ഇതേപോലെ കുറെ റാൻഡം ടീംസ് വന്നിട്ട് മറ്റേ ചേച്ചി ഇതൊന്നിൻ്റെ ഒരു പരിപാടി സാധനം സെറ്റ്, ഈ ഗ്ലോയുടെ പരിപാടി, അല്ലെങ്കിൽ ഈ മറ്റേ മസ്കാരയുടെ പരിപാടി, ഈ സാധനത്തിന്റെ പരിപാടി. ബ്രോ ഇന്ന് നന്നാവും ബ്രോ ഈ സ്ഥലം. അല്ല, നമ്മള് അവസാനം ചിരിച്ച്, നമ്മള് പ്രവീൺ ഇത്രയൊക്കെ ചിരിക്കും ഇത്രയൊക്കെ സംസാരിക്കുന്ന ഇപ്പൊ മനസ്സിലായില്ലേ? ഒരാളപ്പുറത്ത് വേണം നമ്മള്. ടോക്കാണെങ്കിൽ നമ്മളെങ്ങനെ പോകും? തമിഴ് ഇൻഡസ്ട്രിയിലേക്ക് വന്നാല് ഈ പറയുന്ന കറുത്ത നായകന്മാരുണ്ട്. നായകന്മാരെ കുറിച്ച് എനിക്ക് അത്രയും അറിയില്ല തമിഴില്. എന്നാലും മലയാളത്തിൽ നിന്നാണ് അവർ നായകന്മാരെ കൊണ്ടുപോയി കളറടിച്ച് എടുക്കുന്നതൊക്കെ. ലേറ്റസ്റ്റ് ആയിട്ട് വന്ന തങ്കലാൻ ഉൾപ്പെടെ, മനസ്സിലായോ? തങ്കലാൻ ഉൾപ്പെടെ അങ്ങനെയാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മളിത് പറയുന്ന സമയത്തും നമ്മൾ ഈ റെപ്രസെൻറ്റേഷൻ പരിപാടിയാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ അതിൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ വരുമ്പോൾ ചെറിയ മേജർ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് എല്ലാ ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് നിലനിൽക്കുന്ന ക്യാരക്ടേഴ്സിലേക്ക് കൊണ്ട് നമുക്ക് ഇതിനെ പ്ലേസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇമാജിൻ ലൈക്ക് ഇപ്പം അവിടെ പോയിട്ട് നമ്മൾ ലൈക്ക് വൈറ്റ് സ്കിൻ ആയിട്ടുള്ള പുള്ളിക്കാരത്തിനെ കൊണ്ടുവന്നിട്ട് ബ്ലാക്ക് സ്കിൻ അടിച്ചിട്ട് അവിടെ ചെയ്യുന്ന സമയത്ത് ലൈക്ക് നമ്മൾ അവിടെ മിസ്സാവുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൾച്ചറൽ എഫക്റ്റാണ് മിസ്സാവുന്നത്. സോ അതാരും ഇതാക്കുന്നില്ല. അതേപടി തന്നെയാണ് ഇപ്പുറത്തെ സൈഡിൽ ഞാൻ പറയണത് ലൈക്ക് ബ്ലാക്ക് സ്കിൻ ആയിട്ടുള്ള പുള്ളിക്കാരത്തിനെ കൊണ്ടുവന്നിട്ട് മറ്റേ ലൈക്ക് ഏതെങ്കിലും മറ്റേ ഹയർ ജാതിയിലുള്ള പുള്ളിക്കാരത്തിന് ഇത് ചെയ്യാൻ നമുക്ക് പറ്റില്ല. കാരണം അവിടെ കൾച്ചർ ഡിഫറൻസ് അവിടെ കൃത്യമായിട്ട് അവിടെ ഉണ്ട്. സോ ലൈക്ക് ഇത് ലൈക്ക് പറഞ്ഞു വരുമ്പോൾ ഇവിടെ മറ്റേ റെപ്രസെൻറ്റേഷൻ വേണമെന്നല്ല പറഞ്ഞു. കൊടുക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ടുള്ള രീതിയിൽ കൊടുക്കുക എന്നുള്ള ഞാൻ ഉദ്ദേശിച്ചു. അല്ലാണ്ട് മറ്റേ എല്ലാ ഏരിയയിലും ഞങ്ങൾക്ക് റെപ്രസെൻറ്റേറ്റീവ് ചെയ്യിപ്പിക്കണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ലൈക്ക് അത് വെറുതെ മണ്ട തീരുമാനമായിരിക്കുള്ളൂ. ലൈക്ക് വൻ പരിപാടി നടക്കുന്നുണ്ട്. ലൈക്ക് നേരെ ഇതേപോലത്തെ ക്യാരക്ടേഴ്സിലൊക്കെ ലൈക്ക് ഏതെങ്കിലും മറ്റേ ഭയങ്കര ലൈക്ക് ഓൾറെഡി നമുക്കറിയാം അത് വേറെ, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ആ രൂപം. ലൈക്ക് അത് ഇപ്പം വരച്ചതാണെങ്കിലും അല്ലാണ്ട് നമുക്കറിയാവുന്ന രൂപത്തിനെ കൊണ്ടുവന്നിട്ട് നമ്മൾ വേറൊരു രൂപം കാണിക്കുന്ന സമയത്ത് അത് ശരിയാവില്ലല്ലോ. സോ ആ കൈൻഡ് ഓഫ് അല്ലാണ്ട് കൃത്യമായിട്ട് പുതിയ ക്യാരക്ടേഴ്സ് ഉണ്ടാക്കി, പുതിയ കഥകൾ ഉണ്ടാക്കി, പുതിയത്. ഞാനേ തമ്പുരാന്റെ കാര്യം ചോദിക്കാൻ കാരണം ഞാൻ +2 പഠിച്ചപ്പോൾ ഒരു നാടകം ചെയ്തു. നാടകം ചെയ്തപ്പം ഞാൻ ഇല്ലത്തെ പെൺകുട്ടിയായിരുന്നു, കൂവലായിരുന്നു, നല്ല കൂവലായിരുന്നു. ഇതാ റിയാലിറ്റി വരുന്ന സാധനം. ലൈക്ക് നമുക്ക് അത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓക്കെ, ലൈക്ക് നമ്മളൊരു ലൈക്ക് മൊത്തത്തിലൊരു വിയേർഡായിട്ടുള്ള പരിപാടി ചെയ്യുന്ന സമയത്താണെങ്കിൽ ഓക്കെ. അതല്ലാണ്ട് നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടോ അല്ലെങ്കിൽ മറ്റേ ഇതായിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്കത് ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ഉണ്ടാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈക്ക് ഇപ്പുറത്തെ ആ ഒരു ഏരിയയെ മൊത്തത്തിൽ ഇല്ലാതാക്കുക, ആ ഒരു നായകനെയും കൂടി ഇല്ലാതാക്കുക. ലൈക്ക് നമ്മളിപ്പോഴത്തെ ഒരു കളേർഡ് ആയിട്ടുള്ള നായകനെ കൊണ്ടുവന്നിട്ട് നമ്മളിവിടുത്തെ മേജർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഇപ്പുറത്തെ ആ പുള്ളിക്കാരത്തി വന്ന ഏരിയ അവിടെ ആ ഒരു മൊത്തം വേൾഡല്ലേ പോകുന്നത്. ലൈക്ക് അവിടെ തന്നെ എന്തോരം ക്യാരക്ടേഴ്സ് ഉണ്ടാക്കാം, എന്തോരം ഇത് നമുക്ക് ഇവിടെ ഉണ്ടാക്കാം. അതെല്ലാം ആ ഒരു സാധനം തന്നെയല്ലേ മൊത്തത്തിൽ. അല്ല, അപ്പോഴും നമുക്ക് ഒറ്റ കൂട്ടി വായിക്കേണ്ടി വരും. കൊമേഴ്ഷ്യൽ അത്രേ ഉള്ളൂ, നമ്മൾ അങ്ങനെ കൂട്ടി വായിക്കാം. ഇനിയിപ്പോ നമുക്ക് ഇങ്ങോട്ട് വരണം അഞ്ചക്കൊക്കെ ഉള്ള അതെനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ പ്രവീണിനെ ടാഗ് ചെയ്തൊരു ഫോട്ടോ ഇട്ടിരുന്നു. എനിക്ക് തോന്നുന്നു ഓട്ടോമാറ്റിക്കലി പ്രവീണിന്റെ അക്കൗണ്ടിൽ നിന്ന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എന്റെ ഫോട്ടോയെ ഫേസ്ബുക്കിൽ നിന്ന് റിമൂവ് ആയിട്ട് എനിക്ക് ക്രഷ് തോന്നുന്നെന്നും പറഞ്ഞിട്ട് പ്രവീൺ ഒരു റെഡ് പുള്ളിയുള്ള ഒരു ഷർട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഒരു വായിലൊരു പൂ വെച്ചിട്ട് ആ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ എനിക്ക് ക്രഷ് എന്ന് പറഞ്ഞാൽ എനിക്ക് അഞ്ചക്കൊക്കെ കള്ളാൻ കണ്ടിട്ട് വന്നപ്പോ തന്നെ
ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് നമ്മൾ ഒരു ഡയലോഗ് ഇല്ല, ഒരു ഡയലോഗ് ഇല്ലാതെ ഒരു വില്ലൻ ആ പടത്തിന്റെ ഫേവറേറ്റ് ആയി മാറുക. നിങ്ങൾ മറ്റേ ആളുടെ സൗണ്ട് ആണെങ്കിൽ അങ്ങനെ എന്തോ ഒരു ഭയങ്കര ഇത് തോന്നും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഉല്ലാസ് ചേട്ടൻ നിങ്ങളിലേക്ക് എത്തി, അപ്പൊ അതില് ആക്ടിങ് ഇപ്പൊ പറഞ്ഞ പോലെ സൗണ്ട് ഇല്ല നമുക്ക്, അതായത് സംസാരമില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾക്ക് അത് എനിക്ക് ഒന്ന് ഇങ്ങനെ വെച്ചാൽ തന്നെ ക്യാമറ ഏത് കോണിൽ നിന്ന് പ്രവീണിനെ വെച്ചാലും ആ സീരിയസ്നെസ് ലുക്ക് കിട്ടും. അഭിനയിക്കുന്ന അതിൻ്റെ അകത്തെല്ലാം ഈവൻ ഇഫ് ഡയലോഗ് നമ്മൾ പറയുന്നില്ലെങ്കിലും നമ്മൾ അവിടെ ചെയ്യാൻ കുറച്ചധികം കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പൊ ഒരു വണ്ടി ഓടിച്ചിരുവാണെങ്കിൽ നമ്മൾ ആ വണ്ടിയിൽ ഇരിക്കണം, വണ്ടിയിൽ നിന്ന് ഇറങ്ങണം, ഇതൊക്കെ ടാസ്ക് തന്നെയാണല്ലോ. ഫസ്റ്റ് സീൻ മനസ്സിലായി. സോ അവിടെ ഇപ്പൊ ലൈക്ക് ആ രീതിയിൽ നമ്മൾ ആക്ടിവിറ്റീസാണ് ചെയ്യുന്നത്. ഞാൻ കൂടുതലും കാണുന്നത് ഇപ്പോൾ എനിക്ക് ചെയ്യാനുള്ള കിട്ടുന്നതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് എനിക്ക് അതിൻ്റെ അകത്ത് ചെയ്യാനുള്ള പണികളെന്ന് ഞാൻ നോക്കാറുള്ളൂ. ലൈക്ക് മൂവ്മെന്റുകൾ അല്ലെങ്കിൽ അതിപ്പം ചിലപ്പോൾ ഞാൻ ഈ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ കാലെടുത്ത് മാറ്റി വെക്കണമായിരിക്കാം, പക്ഷെ അതൊരു ആക്ടിവിറ്റി, ഞാൻ അത് നോക്കിയാൽ മതിയല്ലോ. ബാക്കി ഡയലോഗുകളും പരിപാടിയും എല്ലാം വരുന്നത് അത് നമുക്ക് ചിലപ്പോൾ അപ്പുറത്തിരിക്കുന്ന ആളുടെ റിയാക്ഷനും പരിപാടിയും അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ അങ്ങനത്തെ ഒരു സ്കൂളാണ് എൻ്റെ. അല്ലാണ്ട് അല്ലാതെ അത് ഒരു കാര്യം കൂടെ, ഇത്രയും നാളായെങ്കിൽ കൂടിയും ആ ഒരു സ്റ്റണ്ട് സീൻ സെറ്റ് ഏഴുമന്നത്തെ അതിൽ ത്രൂ ഔട്ട് ഡാൻസ് കളിച്ചോണ്ടാണ്. അപ്പം എവിടെയോ ഇന്റർവ്യൂല് ഞാൻ വായിച്ചിരുന്നു, തലേന്നാണ് ഡാൻസ് കളിച്ചോണ്ടാ ഫൈറ്റ് ചെയ്യണ്ടേന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് അത് പഠിപ്പിച്ചിരുന്നോ പിറ്റോസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ബോഡി ലാംഗ്വേജ് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്? ഇല്ല, അത് ഇതൊക്കെ നമുക്ക് ലൈക്ക് ഇറ്റ്സ് ഓൾ ഫ്രം വേടം പറയുന്ന ഒരു ഡയലോഗാണ്, ഇറ്റ്സ് കം ഫ്രം മൈ DNA. ലൈക്ക് എന്റെ ഉള്ളിലെ താളബോധം ഉണ്ട്. ഏണസ്റ്റ് എന്ന് പറഞ്ഞ ചേട്ടനായിരുന്നു എന്റെ ഇത് കൊറിയോഗ്രാഫർ. സോ അവര് മച്ചാൻ വന്നിട്ട് എനിക്ക് ആദ്യം ചെയ്ത് കാണിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു സ്റ്റെപ്പ് മാത്രമേ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. തുടക്കത്തിൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള സാധനം, ആ സ്റ്റെപ്പ് ദെൻ ടേക്ക് മുതൽ പിന്നെ നമ്മൾ കണ്ടേക്കണതെല്ലാം ഞാൻ ചെയ്തേക്കുന്ന പരിപാടിയാണ്. സ്വന്തം കൊറിയോഗ്രാഫി അല്ല, സ്വന്തം കൊറിയോഗ്രാഫി ഇല്ല, നമുക്ക് ആ ടൈമിൽ നമ്മൾക്ക് ഇപ്പം നമ്മൾ ആ ഫ്ലോ എന്ന് പറയില്ലേ, ഇപ്പം നമ്മളിപ്പോൾ എഴുതി തുടങ്ങുന്ന സമയത്ത് ഇപ്പം നമുക്ക് ലൈക്ക് അറിയില്ല അടുത്ത വേർഡ് എന്താ വരണ്ടേ, അടുത്തത് എന്താന്നുള്ള കാര്യം നമുക്ക് അറിയാമായിരിക്കുമല്ലോ. സോ ആ ഒരു രീതിയിലങ്ങ് ചെയ്തു പോകുന്നുള്ളൂ, അതല്ലാണ്ട് അത് പ്രീ പ്ലാൻ ചെയ്തതോ അങ്ങനെയൊന്നുമില്ല. അതിൻ്റെ അകത്ത് ആകെ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന സാധനം, അല്ലെങ്കിൽ ഞാൻ ഓക്കെ ലൈക്ക് ഫൈറ്റ് തുടങ്ങിയ സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുമെന്നുണ്ടായിരുന്നത് ലൈക്ക് അതാ ഒരു നടത്തമാണ്. നടത്തം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ലൈക്ക് പുള്ളിയെ പിടിച്ചോണ്ട് പോകണ നടത്തം അത് എനിക്ക് വേണമെന്ന് സ്വയം മറ്റേ ലൈക്ക് അങ്ങനെ ചെയ്തിട്ടുള്ള പരിപാടി. അതല്ലാണ്ട് ബാക്കിയെല്ലാം സംഭവിച്ചു പോയത്, അല്ലാണ്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ലായിരുന്നു. നമ്മൾ ആ തമ്പുരാൻ എഴുന്നള്ളിയുടെ പറഞ്ഞു ഒരു പ്രണയം പറഞ്ഞാൽ എത്രത്തോളം റൊമാൻറ്റിക് ആകാൻ പറ്റും? ഞാനോ വളരെ ശോകമാണ്. സോ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ അടുത്ത് ലാസ്റ്റ് ഞാൻ ഒരു ഓഡീഷന് പോയിട്ടുണ്ടായിരുന്നു മൂവി. ആ മൂവി ഞാൻ പറയുന്നില്ല, ബട്ട് അത് മേജറായിരുന്ന മൂവിയാണ്. നമ്മുടെ ലൈക്ക് മൊത്തം ഫിലിം ഇൻഡസ്ട്രി ലൈക്ക് ഇന്ത്യയുടെ പരിപാടി വെച്ച് നോക്കിയത്. സോ അതിൻ്റെ ഡയറക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞ് ലൈക്ക് ഓഡീഷനൊക്കെ കഴിഞ്ഞ ശേഷം വന്നിട്ട് എടാ നീ കുറച്ചും കൂടി റൊമാൻറ്റിക് ആവണം കേട്ടോ. എനിക്ക് പ്രണയമൊന്നും ഉണ്ടായിട്ടില്ലേ എന്ന് ചോദിച്ചു. ഉണ്ട്, വളരെ മൂഞ്ചലായിരുന്നു. സോറി ലൈക്ക് എനിക്ക് ഞാൻ പറഞ്ഞില്ല, എൻ്റെ വളർന്നു വന്ന രീതി നമുക്ക് കുറച്ച് ഇതായിരുന്നു. സോ അപ്പം നമുക്ക് ഈ സ്നേഹം പരിപാടി എങ്ങനെയാണ് ഷോ ചെയ്യേണ്ടതെന്നുള്ള കാര്യം അറിയില്ല, എക്സ്പ്രസ് ചെയ്യാൻ ഇല്ല 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 നമുക്കപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ കുറച്ചധികം ഉണ്ട്. സോ പക്ഷെ എന്തിനും ഭയങ്കര ഞാൻ റൊമാൻറ്റിക് ആണ്. ഞാൻ ക്രഷ് ഒന്ന് അടിച്ചായിരുന്നല്ലോ, അത് ഡിലീറ്റ് ചെയ്തവനല്ലേ, അതെന്റെ വോളിൽ ഇന്നില്ല, അതുകൊണ്ടല്ലേ പറഞ്ഞേ. ലൈക്ക് അങ്ങനെയല്ല, റൊമാൻറ്റിക് ആണോ ആ ഡൗട്ട് എനിക്കറിയില്ല. പക്ഷെ ചിരി നല്ല രസമുണ്ട്, പക്ഷേനല്ല ചിരി നല്ല രസമുണ്ട്, ഹെയർ നല്ല രസമുണ്ട്, കണ്ണ് നല്ല രസമുണ്ട്, ഒരു കുട്ടിത്തമുണ്ട്. അതുകൊണ്ടിട്ടാണ് ഇപ്പൊ ആൾക്കാരെ പറ്റി ചെയ്യുന്നത്. ആൾക്കാർക്ക് എനിക്ക് ലിറ്ററലി ആൾക്കാർ കുറെ ആൾക്കാർ വിചാരിച്ചോണ്ടിരുന്നത് എനിക്ക് എന്തോ 22-23 വയസ്സെങ്ങാണ്ടൊക്കെ ഉള്ളതെന്ന്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, എനിക്ക് 26 വയസ്സുണ്ട്, കുറച്ചധികം വലിയ ചെക്കനായി. അതെ, പണ്ടത്തെ ഞാനല്ല അല്ലേ. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ പുതിയ പടം വരുന്നുണ്ട് അല്ലേ? പുതിയത് 2 ലൈക്ക് അതിന്റെ സംസാരങ്ങൾ നടക്കുന്നുള്ളൂ, പ്രീ പ്രൊഡക്ഷൻ. അതിലും ഇതൊക്കെ തന്നെയാ? ഇല്ല, രണ്ടും ഡിഫറെന്റ് ആവാനാണ് സാധ്യത. രണ്ടും ഡിഫറെന്റ്. അപ്പൊ അതുപോലെ തന്നെ കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇപ്പം നമ്മളായിട്ട് വന്നതല്ലെങ്കിൽ എപ്പോഴോ കാലിൽ ചുറ്റിയതാണ്. ഇതിൽ നല്ലൊരു നമ്മൾക്ക് ഐഡിയ പറയാനും അല്ലെങ്കിൽ കുറച്ചധികം ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ പോലെ
ആദ്യം നമ്മൾ പറഞ്ഞ പോലെ കലാഭവൻ മണിച്ചേട്ടൻ അഭിനയിച്ച സിനിമകളിൽ ഒരു രാഷ്ട്രീയം പറയാൻ ശ്രമിച്ചെങ്കിലും കഥ വേറെ ഉൾട്ടയാണെങ്കിൽ കൂടിയും ചിലപക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ വരുന്ന ഞാൻ കുറച്ച് പറഞ്ഞില്ലേ പുതിയ സിനിമകളിലെ കഥകൾ, അതായത് പുരോഗമനം പറയുമെന്ന് പറഞ്ഞ് എന്തും പറയാം, പക്ഷെ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ, ബോഡി ഷേമിങ്. അത് മറ്റേ കോമഡി അല്ല എന്ന് പറയുന്നത്, ആളുകളെ കളിയാക്കുന്നത് ഒരു കോമഡി അല്ല എന്ന് പറയുന്നുണ്ടല്ലോ, പൊളിറ്റിക്കൽ കറക്റ്റ്നസ്. ഇൻക്ലൂഡഡ് മമ്മൂട്ടി വരെ പറഞ്ഞിട്ട് തിരുത്തി പറയേണ്ടി വന്നു, ഒരു തമാശ പറഞ്ഞിട്ട് അത് പൊളിറ്റിക്കലി ശരിയല്ലാത്ത വേർഡുകൾ പോലും സിനിമയിൽ യൂസ് ചെയ്യരുതെന്ന് പഠിച്ചിട്ടുണ്ട്. അതായത് കറുത്തവനെ കളിയാക്കുക, വടിയുള്ളവരെ കളിയാക്കുക, പല്ല് പൊങ്ങിയവനെ കളിയാക്കുക, ബോഡി ഷേം ഏതാണെങ്കിലും, മെലിഞ്ഞവനെ കളിയാക്കുക, എന്താണെങ്കിലും അതില്ലാത്ത ഇത് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നുണ്ടല്ലോ ഒരു സമൂഹം. അത് നല്ലൊരു വ്യവസ്ഥയായിട്ട്. പക്ഷെ എനിക്ക് അതിൻ്റെ അതുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ജാങ്കോ അൺചെയിൻഡ് കണ്ടിട്ടുണ്ടോ മൂവി? സോ അത് ലൈക്ക് ജാങ്കോ അൺചെയിൻഡ് മൂവി ലൈക്ക് അതിൻ്റെ അകത്തൊക്കെയുള്ള കോൺസെപ്റ്റ് പരിപാടി സാധനമൊക്കെ ഉണ്ട്. അങ്ങനത്തെയൊക്കെ ഒരു കോൺസെപ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കൊണ്ട് നമ്മൾ എന്താ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് ചെറിയ ഡൗട്ടുണ്ട്. ലൈക്ക് അവിടെ ഇതാണ് പ്രശ്നം. നമ്മൾ എല്ലാം മറ്റേ ലൈക്ക് ടൂ മച്ച് കറക്റ്റ് ആകുന്ന സമയത്ത് വളരെ പ്രശ്നങ്ങളിലേക്ക് എത്തുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഡയലോഗുകൾ, പരിപാടികൾ, സാധനങ്ങൾ നമ്മൾ ഭയങ്കരമായിട്ട് മറ്റേ കോൺഷ്യസ് ആവുന്ന പരിപാടിയാണ്. ഓ ഇത് പറയാൻ പറ്റുമോ, പറയാൻ പറ്റുമോ. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ ഞാനത് പറഞ്ഞല്ലേ പറ്റുള്ളൂ. ആ റൈറ്റർ അത് എഴുതിയല്ലേ പറ്റുള്ളൂ. തീർച്ചയായും. പക്ഷെ അതിനുള്ള അവസ്ഥ നമ്മൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് നമുക്ക് പറയാം. പക്ഷെ നമുക്ക് അങ്ങനത്തെ ക്യാരക്ടേഴ്സും കൂടി ഇപ്പോഴത്തെ അവസ്ഥ ഈ ഒരു രീതിയിൽ പോകുന്ന സമയത്ത് നമുക്ക് കാണിക്കാൻ പറ്റാത്ത ചിലപ്പോൾ ഒരു സിറ്റുവേഷൻ വന്നാലോ. പണ്ട് അഭിനയിച്ച സിനിമകൾ പോലും മമ്മൂട്ടി, മോഹൻലാൽ ഓഡിറ്റ് ചെയ്യപ്പെടുന്നത് അതുകൊണ്ടാണ് ഡയലോഗുകൾ. എന്താണ് ഈ കയ്യിൽ ക്യൂടെക്സ് ഇട്ടേക്കുന്നത്? സോ ഇത് എന്റെ കാണിക്കിങ്ങനെ സോ ഞാൻ പണ്ട് കണ്ടില്ല, ഞങ്ങളുടെ പ്രേക്ഷകർ 2 മിനിറ്റ് കാണിച്ചു. ഞാൻ ബേസിക്കലി ആം എ മെറ്റൽ ഹെഡ്. സോ ഞാൻ കുറച്ചും കൂടി കേൾക്കുന്നത് മെറ്റൽ ആയിട്ടുള്ള സോങ്സ് ആയിരിക്കും. സോ അതിൽ നിന്ന് മുതൽ ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇടുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് കോൺസേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ജസ്റ്റ് പഴയപടി പഴയ നൊസ്റ്റ് പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് ചെയ്ത. ഞാൻ അത് മാത്രം ചോദിച്ചില്ല. ആ ഫീൽഡ് നല്ല ഗിറ്റാറിസ്റ്റ് ആണ്, ബേസ് വായിക്കും. നല്ല ഗിറ്റാറിസ്റ്റ് അല്ല, വളരെ ആൾക്കാരെ പറ്റിക്കാൻ നല്ല കൃത്യമായിട്ട് അറിയാവുന്ന ഗിറ്റാറിസ്റ്റ്. പിന്നെ പാട്ടാണ് അല്ലെങ്കിൽ മ്യൂസിക് ചെയ്യുന്നതാണ് ഏറ്റവും സന്തോഷം. സിനിമയിൽ അഭിനയിക്കുന്നതിനെ കഴിഞ്ഞും പാട്ട് ചെയ്യുന്നതാണ് താല്പര്യം. സ്വന്തമായിട്ട് ഇപ്പൊ ഒരു മ്യൂസിക് ബ്രാൻഡ് ഉണ്ടല്ലേ, ഉണ്ടോ? എനിക്കുണ്ടായിരുന്നു. അതിൽ നിന്ന് മാറി എനിക്കിപ്പോ ഒരു കളക്റ്റീവ് ഉണ്ട്, ഒരു ലേബൽ ഒച്ചയോളി എന്ന് പറഞ്ഞിട്ട്. അതല്ലാണ്ട് ഞാനിപ്പോ റാപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എഴുതിയിട്ടുണ്ട്. ഒരു 3 മാസം, ഇപ്പൊ ഒരു 4 മാസം ഞാൻ എഴുതി തുടങ്ങിയിട്ട്. അതില് 2 സോങ്സ് എന്റെ തന്നെ ഓൺ സോങ്സ് പരിപാടി സാധനങ്ങളൊക്കെ ഉണ്ട്. ബാക്കി വേറെ 2-3 ഫീച്ചർ ചെയ്യപ്പെട്ടിട്ട്. ഈ പറയുന്ന റാപ്പ് സോങ്സ് എന്തായിരിക്കാം? എന്തെങ്കിലും രാഷ്ട്രീയം ബേസ്ഡ് ആവോ? എന്റെ കുറച്ച് എനിക്ക് സംഭവം ലൈക്ക് ഞാൻ ഡോപ്പ് ഡാഡിനെ അറിയോ? ഡോപ്പ് ഡെലിക്സ് പുള്ളിക്കാരനാണ്. മുംബൈയിലൊക്കെ നമ്മുടെ ഈ സീൻസ് തുടങ്ങിയ ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പോൾ പുള്ളിയൊക്കെ ആയിട്ട് ഞാനൊരു കുറച്ച് നാളധികം ഇവിടെ പോണ്ടിച്ചേരിയിൽ ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളി ഒക്കെ എഴുതുന്ന സമയത്ത് അന്നൊന്നും ഞാൻ എഴുതുന്നില്ല. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമുണ്ട്, എന്താണ് നമ്മൾ ഭയങ്കര രാഷ്ട്രീയമാണ് പറയണമെങ്കിൽ ആ പാട്ട് കേട്ട തുള്ളണം ആൾക്കാരെന്നുള്ളതുള്ളൂ. ആൾക്കാരെ തുള്ളി കഴിഞ്ഞതിന് ശേഷം അവരത് ഇരിക്കാൻ നേരത്തെ കേട്ടാൽ മതി. സോ അപ്പോൾ എൻ്റെ ലിറിക്സുകൾ മൊത്തത്തിൽ കുറച്ചധികം അങ്ങനെയാണ് കിടക്കുന്നത്. ഓക്കെ, എന്താണെങ്കിലും ഇത് ഭയങ്കര സന്തോഷം കേട്ടോ. പിന്നെ ഞാനിങ്ങനെ പറയുന്നത് എന്താ പറയാ, നടനും റാപ്പറുമായ പ്രവീൺ അല്ലേ? സോ ലൈക്ക് ഞാൻ റാപ്പ് തുടങ്ങിയത് അതൊരു ബെറ്റിന്റെ പുറത്ത് തുടങ്ങിയതാ. സോ ബേസിക്കലി എനിക്ക് ഈ ജോണറിനോട് വലിയ താല്പര്യമുള്ള ജോണറല്ല ഇത്. ഇതെനിക്ക് എന്നെ സംബന്ധിച്ചുള്ള ഇതെനിക്ക് വളരെ ഈസി ആയിട്ട് സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ലിറിക്സ് എഴുതുന്ന സമയത്ത് ഞാൻ അത്രയും പറ്റിയ ഭയങ്കര ടാലന്റഡ് ആണെന്നല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷെ എനിക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഏരിയ ഞാൻ കുറച്ചും കൂടി റോക്ക് മെറ്റൽ ആ ഒരു ഏരിയയിലാണ് ചെയ്യാൻ താല്പര്യമുള്ളത്. ഞാൻ അതാണ് കൂടുതൽ നോക്കുന്നത്. വൈറ്റും ബ്ലാക്കും നമുക്ക് വൈറ്റും ബ്ലാക്കും ലൈക്ക് അല്ലാതെ ഈ റാപ്പ് ചെയ്യുന്നവർ കൂടുതലും ബ്ലാക്ക് ഉപയോഗിക്കും. ഇപ്പം ഞാൻ കണ്ടിട്ടുള്ള ലൈക്ക് അത് ഇപ്പോഴാണ് റാപ്പ് ചെയ്യുന്ന ഒരു ബ്ലാക്കിന്റെ പരിപാടിയിലേക്ക് വന്നത്. ലൈക്ക് ബ്ലാക്ക് ഈസോ നമുക്ക് മെറ്റൽ ഹെഡിന്റെ സ്വഭാവം കയറിയത് തന്നെ. സോ ഞങ്ങൾക്ക് ഉണ്ടാകുന്ന വെച്ചാൽ ബ്ലാക്ക് കൂടുതലും. പിന്നെ ഈ സ്കള്ളും കാണിക്കുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റലിൻ്റെ അകത്തൊരു ചിന്തയുണ്ട്, ബ്രദർഹുഡ് എന്നുള്ള പരിപാടി. സോ അതിൻ്റെ അകത്ത് നമുക്ക് വേറെ സ്കിന്നിന്റെ പരിപാടികൾ അങ്ങനെ തോന്നുന്നില്ല. ആകെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ആ ഒരു സാധനം. എന്തായാലും പ്രവീണെ ഭയങ്കര സന്തോഷം. വേണ്ട വിധത്തിൽ താങ്കൾ ഉപയോഗിച്ചോ എന്നൊന്നും എനിക്കറിയില്ല, സംസാരിച്ചോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കുറഞ്ഞ നിമിഷം നമ്മൾ തമ്മിൽ സംസാരിക്കാൻ സാധിച്ചിട്ട് വളരെ സന്തോഷം. താങ്ക് യു.